കാലം മാറ്റിവെച്ച ക്ലാസിക്കുകളിലേക്ക് സ്വാഗതം. കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ഇരകളാണ് ഇന്നത്തെ ചിത്രം. കുറ്റവാളിയെ തിരയുന്ന ഒരു പോലീസുകാരൻ്റെ കഥയല്ല ഇത്, മറിച്ച് ഒരു കൊലപാതകി എങ്ങനെ ജനിക്കുന്നു എന്ന് പച്ചയായി വരച്ചു കാട്ടുന്ന രക്തരൂക്ഷിതമായ കുറ്റകൃത്യങ്ങളുടെയും മനുഷ്യൻ്റെ ഇരുണ്ട മനഃശാസ്ത്രത്തിൻ്റെയും കഥയാണ് 1985 പുറത്തിറങ്ങിയ ഇരകൾ. സീരിയൽ കില്ലർമാരുടെ ചരിത്രവും അവരുടെ മാനസിക വ്യാപാരങ്ങളും അന്വേഷിച്ചു പോകുന്നവർക്ക് മലയാള സിനിമ നൽകിയ എക്കാലത്തെയും മികച്ച പാഠപുസ്തകമാണിത്. മധ്യ തിരുവിതാംകൂറിലെ സമ്പന്നനായ റബ്ബർ എസ്റ്റേറ്റ് മുതലാളി മാത്തുക്കുട്ടിയുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും കഥയാണിത്. പണവും അധികാരവും അഹങ്കാരവും മാത്രം വാഴുന്ന ഒരു വീട്, ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അച്ഛൻ, പണത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത സഹോദരങ്ങൾ, വഴിപിഴച്ച ജീവിതം നയിക്കുന്ന സഹോദരി, സ്നേഹമോ അനുകമ്പയോ ഇല്ലാത്ത ഈ ചുറ്റുപാടിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ബേബി എന്ന ചെറുപ്പക്കാരനിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. ബേബി ഒരു സാധാരണ വില്ലനല്ല. കുടുംബത്തിലെ അവഗണനയും ഏകാന്തതയും അവനെ എത്തിക്കുന്നത് കഞ്ചാവിൻ്റെയും കക്രൂരതയുടെയും ലോകത്തേക്കാണ്. സ്വന്തം മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും തനിക്ക് മേലൊരു അധികാരമുണ്ടെന്ന് വിശ്വസിപ്പിക്കാനും അവൻ കണ്ടെത്തുന്ന വഴി കൊലപാതകങ്ങളുടേതാണ്. യാതൊരു പശ്ചാത്താപവുമില്ലാതെ കൊലപാതകത്തിലും സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ പ്രകടനങ്ങളിലേക്ക് വരാം. ബേബി എന്ന കഥാപാത്രമായി ഗണേഷ് കുമാർ നടത്തിയ അരങ്ങേറ്റം മലയാള സിനിമയിലെ ഏറ്റവും മികച്ചതും ഭയപ്പെടുത്തുന്നതുമായ പ്രകടനങ്ങളിലൊന്നാണ്. അധികാരപ്രമത്തനായ അച്ഛൻ മാത്തുക്കുട്ടിയായി തിലകനും സഹോദരി ആനിയായി ശ്രീവിദ്യയും സ്ക്രീനിൽ ജീവിക്കുകയായിരുന്നു. അശോകൻ, വേണു നാഗവള്ളി, ഒരു ചെറിയ വേഷത്തിൽ വന്ന് വിസ്മയിപ്പിച്ച ഭരത് ഗോപി എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ അവിസ്മരണീയമാക്കി. ചുരുക്കത്തിൽ വെറുമൊരു ത്രില്ലറിനപ്പുറം അധികാരവും പണവും മനുഷ്യനെ എത്രത്തോളം മൃഗതുല്യനാക്കാം എന്നതിൻ്റെ നേർചിത്രമാണ് ഇരകൾ. ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായ മനുഷ്യ മനസ്സുകളിലൂടെയുള്ള ഈ യാത്ര സിനിമ കണ്ടുകഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു മരവിപ്പായി അവശേഷിക്കും.